ഹലോ ഫ്രണ്ട്സ്, ഇതൊരു സൂവിൽ പോകുന്ന ചെറിയൊരു വീഡിയോ ആണേ. അപ്പോൾ നമ്മൾ നേരെ എണ്ണീറ്റ് പോകാൻ തുടങ്ങി. അപ്പോൾ നമ്മളിന്ന് എവിടെയാണ് പോകണമെന്നുള്ള കാര്യം ഇപ്പം തന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ട്രാവലറിനകത്താണ് പോണത്. എന്ന് പറഞ്ഞാൽ ട്രാവലർ ചെറിയൊരു ട്രാവലറാണ്. നമ്മൾ പോണത് സൂവിലോട്ട് പോകണതാണ്. നമുക്ക് സൂവിലോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കാണാം. നമുക്ക് സൂവിലെത്തിക്കഴിഞ്ഞ് ബാക്കി കാണാം. പിന്നെ നമ്മൾ പോണ സൂ ഏതാണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തൊരു സൂവിലാണ്. തിരുവനന്തപുരം നമ്മൾ ആലപ്പുഴയല്ലേ, തിരുവനന്തപുരത്തിലോട്ട് കുറേ ദൂരം ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ TVM സൂ അങ്ങനെ തന്നെയൊക്കെയാണ് പറയുന്നത്. സൂവിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം. ഞാൻ പറഞ്ഞില്ല, ട്രാവലറിലോട്ടാണ് പോകുന്നത്. പിന്നെ അതിനകത്ത് പാച്ചു ഉണ്ടായിരുന്നു, ആദും ഉണ്ടായിരുന്നു, അർമിൻ ഉണ്ടായിരുന്നു, പിന്നെ കുറേ ഫാമിലിയുള്ള കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ വാപ്പിയാണ്. പിന്നെ നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ കണ്ട് എന്തിനാണെന്ന് വെച്ചാൽ കാട്ടുപോത്തിനെയാണ്. എന്ന് പറഞ്ഞാൽ കാട്ടുപോത്ത്, ഇതാണ് കാട്ടുപോത്ത്. ഇതേ കാട്ടുപോത്തിനെ കണ്ട്, പിന്നെ പരുന്തിനെ കണ്ട്, പിന്നെ മുതലെന്ന് വിചാരിച്ച് അടുത്ത് നിന്ന് നോക്കിയപ്പോൾ അത് ചീങ്കണ്ണിയാണ്. മറ്റേ മുതലേൻ്റെ തന്നെ വേറൊരു സാധനം, അതിൻ്റെ ചുണ്ട് ഇത്തിരി വലുതായിരിക്കും. കണ്ട ഇത്ര നീളമാണ് അതിന് മുതലേനും കണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു. പിന്നെ നമുക്ക് കരടീനെ കണ്ട്. ഈ കരടിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ നടക്കുന്നുള്ളൂ, വേറെ എന്തും കാണിക്കുന്നില്ല. പിന്നെ ഒരു ആമയുണ്ടായിരുന്നു, ചെറിയ ആമയായിരുന്നു കേട്ടോ. പിന്നെ കേട്ടോ ആമ, കരടി. പിന്നെ വേറെ കാട്ടിലെ രാജാവായ സിംഹത്തിനെ കണ്ട്, ഹിപ്പോപ്പൊട്ടാമസിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഹിപ്പോപ്പൊട്ടാമസ്. പിന്നെ കുറേ ടൈപ്പ് മാനുണ്ടായിരുന്നു. പിന്നെ വെള്ള കളർ മാനുണ്ടായിരുന്നു കണ്ടോ. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കൊമ്പ് കണ്ടോ ആ മാനിൻ്റെ. പിന്നെ നമുക്ക് ഒട്ടക പക്ഷിയാന്ന് ഓടിച്ചെന്ന് അതിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ ആയിരുന്നു. യമു. പിന്നെ അവിടെ കുറേ മാനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല. പിന്നെ കാട്ടുപോത്തിനെ വീണ്ടും കണ്ട്. പിന്നെ ഇതാണ് ചീറ്റ എന്ന് പറഞ്ഞാൽ പുള്ളിപ്പുലി. അത് എന്തിൻ്റെയോ മേളിൽ കിടക്കുമായിരുന്നു. ഇത് വരാൻ പുലി, മുരുക പുലി സിനിമയ്ക്കകത്തെല്ലാം ഉള്ളത്. അതിനെ കണ്ട നല്ല ഉണ്ടല്ലോ. പിന്നെ ഇതായിരുന്നു പെൺ സിംഹമായിരുന്നു. പിന്നെ അത് വെള്ളപ്പുലിയാണ്. കണ്ടോ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടതാണ്. പിന്നെ നമുക്ക് അവിടെ കുറേ പക്ഷികളെല്ലാം കാണാൻ സാധിച്ചു. പിന്നെ ഇത് നമ്മുടെ ഇവിടെ എല്ലാം കാണാൻ പറ്റുന്ന ലവ് ബേർഡ്സ് പോലത്തെ ഒരു സാധനം എന്താണ്ടൊക്കെ തന്നെയാണ്. കണ്ടിട്ട് അതേപോലെ ഇരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പേരെല്ലാം ഭയങ്കര പാടാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും കുറേ. പിന്നെ എല്ലാ കൂട്ടിൻ്റെ മേളിലും കാണും ഒരു അണ്ണാൻ. എന്ന് പറഞ്ഞാൽ അണ്ണാൻ വേറെ എവിടെ നിന്ന് കയറി വരുന്നത്. പിന്നെ മുള്ളൻ പന്നി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുള്ളില്ലാത്ത പന്നിയും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോണത് ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറഞ്ഞു. പിന്നെ നമ്മളവിടെ ചെന്നപ്പോൾ ബട്ടർഫ്ലൈനെല്ലാം കുറച്ച് അത്യാവശ്യം കണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ബട്ടർഫ്ലൈയുടെ എണ്ണം കാണിച്ചാൽ ഇത് അവിടെ അവൻ നോക്കിയിരിക്കുന്നുണ്ടല്ലോ, അതാണ് കുറേ ബട്ടർഫ്ലൈയുടെ എണ്ണം. അതിൻ്റെ ഓരോ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. എല്ലാവരും ഒന്ന് പോസ് ചെയ്ത് വായിച്ചൊക്കെ നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ വേറൊരെണ്ണം കൂടെ കാണിച്ചു തരാം കണ്ടോ. ഇതാണ്. പിന്നെ അവിടെ കുറച്ച് ഒരു സാധനം ഉണ്ടായിരുന്നു കണ്ടോ, വാട്ടർഫോൾ പോലത്തെ. എന്ന് പറഞ്ഞാൽ വാട്ടർഫോൾ ഭയങ്കരമായിട്ട് ഇതായിട്ടില്ല, ഒരു ചെറുതായിട്ട്. പിന്നെ ഇതൊരു കാട് പോലത്തെ ഒരു ഏരിയ ഉണ്ട്, അത് നന്നായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. പിന്നെ നമ്മൾ തിരിച്ചു പോകാൻ പോകുമായിരുന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് ഞാൻ ഒരു വേറെ സാധനം കണ്ടായിരുന്നു കണ്ടോ, പാമ്പ്, പച്ച കളർ പാമ്പ്. പിന്നെ കുറേ പാമ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു പുലിയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹൈനേനെ കാണിച്ചത്, ഹൈന പോലത്തെ ഒരു സാധനമായിരുന്നു. അല്ല ഹൈനയല്ല, സോറി, പുലിയാണ്. പിന്നെ അനാക്കോണ്ട ഉണ്ടായിരുന്നു കണ്ടോ. ഭയങ്കര വലുതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം കണ്ടോ, അതും പാമ്പ് തന്നെയാണ്. പിന്നെ നമ്മൾ ഈ പാമ്പിൻ്റെ എല്ലാം കാണണമെങ്കിൽ വേറെ സ്ഥലത്തോട്ട് കയറി പോകണം. ഇത് കണ്ട, ഇതൊരു വലിയ മലമ്പാമ്പാണ്, ഭയങ്കര വലുത്. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് വേറൊരു സാധനം കണ്ട്, ഒരു കുളം. അതിനകത്ത് കുറച്ച് ആൾക്കാർ 2-3 പൈസയൊക്കെ ഇട്ടുണ്ട്. അതിനകത്ത് മീനൊക്കെ ഉണ്ട്. ഇതാണ് മാപ്പ് അവിടുത്തെ കേട്ടോ. നമുക്ക് നോക്കാം, അങ്ങനെ കൃത്യമായിട്ട് കറക്റ്റ് സ്ഥലം അറിയണമെങ്കിൽ അതിനകത്ത് നോക്കാം. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ട്രാവലറിലോട്ട് കയറാൻ പോവാണ്. ഇതാണ് നമ്മുടെ രാധു കണ്ട, ആക്ഷനെല്ലാം കാണിക്കുന്നത്. അവൻ ക്യാമറ എല്ലാം കണ്ട മെയിനാണ്. പിന്നെ ഇതാണ് കയറുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന, അല്ല ഇത് മറ്റേ ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. ഇതിങ്ങനെ എഴുതിയെല്ലാം വെച്ചിട്ടുണ്ടാകും. പിന്നെ ഫോൺ ഇത്തിരി സ്റ്റക്കായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ പോകണം. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, അവിടെ വരെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ടാറ്റ, ബൈ, സീ യു, ഗുഡ് നൈറ്റ്. Every night, paradise seems so far away.